ആമെ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് കൃപ നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ പോകുന്നത് പ്രിയ മേരി മാമയുടെയും പരേതനായ പാസ്റ്റർ തോമസ് മാത്യുവിന്റെയും മകനായിരിക്കുന്ന ഡോക്ടർ പോൾ മാത്യൂസ് ആണ്. അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാൻ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെയും സീനിയർ പാസ്റ്ററും അപ്പോൾ തന്നെ ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വിലയേറിയ ദാസൻ ഡോക്ടർ പോൾ മാത്യൂസ് സംസാരിക്കുന്നതായിരിക്കും. ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് പ്രിയ പൊടിച്ചൻ ജോർജ് മാത്യു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. Before I speak anything from the word, I want to bring to the notice and to the remembrance of everybody here condolences and remembrances from different people. ഞാൻ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി വിവിധ തലങ്ങളിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ദുഃഖ ഓർമ്മകളെ നിങ്ങളെ അറിയിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. Representing 1,500 churches and over 1,000 ministers, and all of them and their families, and especially its president Dr. Joy Punus, I just want to bring condolences to the family this morning. ഏകദേശം 1500 സഭകളും 1000-ൽ പരം കർത്തൃദാസന്മാരും ശുശ്രൂഷ ചെയ്യുന്ന ഒരു സംഘടനയുടെ പ്രത്യേകാൽ എല്ലാവരുടെയും അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഡോക്ടർ ജോയ് പുന്നൂസിന്റെയും ആശ്വാസാന്തര വചനങ്ങളെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. And besides that, I also want to bring condolences from Philadelphia Bible College and 7 training centers throughout the country from hundreds of teachers and students. I want to bring remembrances and condolences at this moment. കൂടാതെ ഫിലദൽഫിയ ബൈബിൾ കോളേജ് ട്രെയിനിങ് സെന്ററിന്റെയും അവരുടെ വിദ്യാർത്ഥികളുടെയും ആഗോളപരമായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും അവരുടെ ആശ്വാസവചനങ്ങളെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. Dr. Finney Philip is out of station. He is in South Africa. That is why he could not come. But still, I bring their condolences also. ബൈബിൾ സ്കൂളിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഡോക്ടർ ഫിന്നി ഇപ്പോൾ ഇവിടെയല്ല, സൗത്ത് ആഫ്രിക്കയിൽ കടന്നുപോയിരിക്കുകയാണ്. തന്റെയും വാക്കുകളെ ഞാൻ നിങ്ങളുടെ മുൻപാകെ അറിയിക്കുകയാണ്. Besides that, a lot of other people have called me personally and texted me and emailed to me. I bring their greetings and their condolences at this moment. കൂടാതെ അനേകം വ്യക്തികൾ എന്നെ വിളിക്കുകയും തങ്ങളുടെ കണ്ടോളൻസ് എന്നെ അറിയിക്കുകയും ചെയ്തിരുന്നവരുടെയൊക്കെയും ആശ്വാസവചനങ്ങളെ ഇത്തരണത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കട്ടെ. May the Lord bless each and every one of them and each and every one of you who have taken your time this morning to come and comfort us as a family. ദൈവമായ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ഏവരെയും അവരുടെ വാക്കുകൾ കൂടെയും ഈ തരുണത്തിൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. My earliest memories of Amachi was meeting her at railway stations where she would bring packets of food for us as we would travel from Trivandrum on to Rajasthan when we were very young. എന്റെ ആദ്യകാല ഓർമ്മകളിൽ ശേഷിക്കുന്നത് പ്രിയ അമ്മച്ചി ഞങ്ങൾ തിരുവനന്തപുരത്തും രാജസ്ഥാനിലേക്കുള്ള യാത്രയിൽ ഞങ്ങളെ കാണാനായി സ്റ്റേഷനിൽ ഭക്ഷണപദാർത്ഥങ്ങളുമായി വരുന്നതാണ്. She would never meet us without food and banana chips and a lot of Kerala items. She would always come there and her sons and her daughters would accompany her and to give these gifts to us as we would go to Rajasthan. ഞങ്ങൾ തൃശൂർ കൂടെ കടന്നുപോകുന്ന സാഹചര്യങ്ങളിലൊക്കെയും താനും കുഞ്ഞുങ്ങളുമായി കടന്നുവന്ന് ധാരാളം ഭക്ഷണപദാർത്ഥങ്ങളും പഴവും പൊരികളും മറ്റും തന്ന് ഞങ്ങളെ സൽക്കരിക്കുമായിരുന്നു. And besides that, every time we came here to stay, it was always a feast for us grandchildren she would arrange, and my other cousins would affirm this when I say that. കൂടാതെ ഞങ്ങൾ ഇവിടെ കടന്നു വരുന്ന അവസരങ്ങളിലൊക്കെയും ഞങ്ങൾ കൊച്ചുമക്കൾക്കായിട്ട് വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണപദാർത്ഥങ്ങൾ താൻ ക്രമീകരിക്കാറുണ്ടായിരുന്നു. എന്റെ സഹോദരങ്ങളും മറ്റു പ്രിയപ്പെട്ടവരും അതിന് സാക്ഷികളാണ്. As grandchildren, we only had to tell what we needed and she would make it in the house and give it to us. That is the testimony we want to bring this morning before God. കൊച്ചുമക്കളായിരിക്കെ ഞങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ട് എന്ന് അറിയിച്ചാൽ മാത്രം മതി. എങ്ങനെയായിരുന്നാലും താനത് നിർവഹിച്ച് ഞങ്ങളുടെ മുൻപാകെ അത് വിളമ്പുവാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ സാക്ഷ്യം. And just like each and every one of you, I want to thank God for all her good works, because that is the only thing that will follow each and every one of us. നാം ഇവിടെ കേട്ടതുപോലെ ഓരോരുത്തരും പ്രസ്താവിച്ചതുപോലെ താൻ ചെയ്ത സൽപ്രവർത്തികളെ കുറിച്ച് മാത്രമേ എനിക്കും ഇപ്പോൾ സംസാരിക്കാനുള്ളൂ. നമ്മുടെ പ്രവർത്തികൾ നമ്മെ പിന്തുടരുമല്ലോ. And the remembrances of the saints are what are left behind for each and every one of us. വിശുദ്ധന്മാരുടെ ഓർമ്മ അവരെ പിൻചെല്ലുന്നു. And may the Lord grant us peace and comfort at this special juncture in our lives. വലിയവനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ധാരാളമായി തന്റെ ആശ്വാസങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. The psalmist David cries out in Psalm 8 and verse 4. He says, "What is man
that you are mindful of him. സങ്കീർത്തനക്കാരനായ ദാവീദ് 8-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം കഴിയുന്നു, മനുഷ്യനെ നീ ഓർക്കുവാൻ അവൻ എന്ത്? What is man that God, oh God, that you are mindful about him? മർത്യനെ ഗണ്യമാക്കേണ്ടതിന് അവൻ എന്ത് മാത്രം? I want to read a passage from Isaiah chapter 40. It's just a beautiful poetry. I want to read it before you. യെശയ്യാവിന്റെ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുൻപാകെ വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. Verses 6 through 8, the prophet is urged by the Lord. The Lord says, the voice said to me, cry out. And I said, what shall I cry? And the Lord told him, cry out that all flesh is grass, and all its loveliness is like the flower of the field. The grass withers, the flower fades, because the breath of the Lord blows upon it. Surely the people are grass. The grass withers, the flower fades, but the word of our God stands forever and ever. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രകാരം നാം വായിക്കുന്നു. കേട്ടോ, വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. I want to bring some correction here this morning in our testimonies. ഇന്ന് നാം കേട്ട സാക്ഷ്യവചനങ്ങളിൽ അല്പം വ്യതിയാനം വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. As we are extolling a great person, a great personality, a great mother, a great wife, a great person, a sacrificial person, as we are extolling it, we want to bring a correction saying, it is not this person, it is the person that is seated above, God himself, who is worthy of all glory and honor this morning. ഇന്ന് പലകാലം ഒരു വിശേഷപ്പെട്ട ജീവിതത്തെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതാവിനെ, ഒരു നല്ല ഭാര്യയെ, നല്ലൊരു മാതാവിനെ പറ്റി പലരും പുകഴ്ത്തി പറയുവാൻ ഇവിടെ സമയം കണ്ടെത്തിയിരുന്നു. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ എല്ലാ പുകഴ്ചയും അത്യുന്നതനായ ദൈവത്തെ കുറിച്ചായിരിക്കേണ്ടതാണ്. Man is totally insignificant. മനുഷ്യൻ ആകെ കൂടെ ഒന്നുമില്ലാത്തവനാണ്, നിസ്സാരനാണ്. Man is insignificant before the eyes of God. ദൈവത്തിന്റെ കണ്ണുകൾക്ക് മുൻപാകെ ഏതു മനുഷ്യനും നിസ്സാരനാണ്. He may be good, he may do good deeds, he may wear good clothes, he may have good houses, but before triune, holy, awesome God, he is totally insignificant. ഒരുപക്ഷെ അവൻ നല്ല വ്യക്തിയായിരിക്കാം, നല്ല കൃത്യങ്ങൾ ചെയ്തവനായിരിക്കാം, ധാരാളം ധനം സമ്പത്ത് എല്ലാം മറ്റും ഉണ്ടായിരുന്നിരിക്കാം. എന്നാലും ദൈവം മുൻപാകെ, സർവശക്തനായ ത്രിയേക ദൈവത്തിന് മുൻപാകെ അവൻ ഏതുമില്ലാത്തവനാണ്. And so as we see the insignificance of man, the mortality of man, we want to raise up the shout of God being significant among us, of God being gloriously holy among us this morning. അതുകൊണ്ട് മനുഷ്യൻ, മരണത്തിനടിമയായിട്ടുള്ള മനുഷ്യൻ, നിസ്സാരനായ മനുഷ്യൻ, ക്ഷണികനായ മനുഷ്യൻ ദൈവം മുൻപാകെ ഏതുമില്ലാതെ ഇരിക്കയാൽ നാം നിത്യനായ ദൈവത്തെയാണ് എപ്പോഴും ഉയർത്തേണ്ടത്. And so as we lift up the name of Jesus, Jesus in our talking, Jesus in our walking, Jesus in our testimony, Jesus in our living, Jesus in our sleeping, as we extol the name of Jesus, he gives us the significance we need in our